നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. FC ബാഴ്സലോണ AS മൊണാക്കോയോട് തോറ്റതിന് പിന്നാലെ ബാഴ്സയുടെ ഗോൾ കീപ്പർ മാർക്ക് ആന്ദ്രേ ടെർ സ്റ്റെഗന് നേരെ ആരാധക രോഷമാണ്, പൊട്ടി ഒഴുകുകയാണ്. എക്സിലൊക്കെ നിങ്ങൾക്കത് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. #ടെർ സ്റ്റെഗൻ ഔട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആണ്. കളിയിൽ ടെർ സ്റ്റെഗൻ്റെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്ക് തന്നെയാണ് ബാഴ്സലോണയെ പുറകോട്ട് വലിച്ചത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എറിക് ഗാർഷ്യയുടെ റെഡ് കാർഡിൻ്റെ കാരണക്കാരൻ ടെർ സ്റ്റെഗൻ മാത്രമാണ്. അദ്ദേഹത്തിന് ആ പന്ത് രണ്ട് ഭാഗത്ത്, അദ്ദേഹത്തിന് ഇടത് ഭാഗത്തും വലതു ഭാഗത്തും ഫ്രീ ആയിട്ട് ബാഴ്സ പ്ലേയേഴ്സ് ഉള്ളപ്പോഴാണ് മാർക്ക് ചെയ്ത് നിൽക്കുന്ന എറിക് ഗാർഷ്യക്ക് കൊടുക്കാൻ നോക്കുന്നത്. അവിടെ നിന്ന് പിന്നെ എറിക് ഗാർഷ്യക്ക് മിനാമിനെ ഫൗൾ ചെയ്യുകയല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ലായിരുന്നു. റെഡ് കാർഡ് കിട്ടി പുറത്തായി. 10ാമത്തെ മിനിറ്റിലെ 10 പേരായിട്ട് ചുരുങ്ങി ബാഴ്സ. പിന്നെ എതിർ ടീം അടിച്ച 2 ഗോളുകളും ഒന്ന് നോക്കുക. ആദ്യ ഗോൾ വരുമ്പോൾ ടെർ സ്റ്റെഗൻ അനങ്ങുന്നില്ല. രണ്ടാമത്തെ ഗോൾ അദ്ദേഹം തടയാമായിരുന്നു. സോ വലിയ രൂപത്തിലുള്ള പ്രതിഷേധം അദ്ദേഹത്തിനെതിരെ വരുന്നു. വലിയ പോസ്റ്റുകൾ ഇങ്ങനെ എക്സിലൊക്കെ വരുന്നു. ടെർ സ്റ്റെഗൻ ഔട്ട് എന്ന് പറഞ്ഞുകൊണ്ട് #. അങ്ങനെ വരുന്നൊരു പോസ്റ്റ് ഇതാണ്. ഇങ്ങനെ ഓരോ കോച്ചുമാരെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പല താരങ്ങളുണ്ട്. അവരെയൊക്കെ തകർക്കുന്ന തരത്തിൽ ടെർ സ്റ്റെഗൻ ഒരു ചിത്രം വെക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഐ ഹോപ്പ് ഫ്ലിക്ക് നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഡ്രീം, ബാഴ്സയെ കോച്ച് ചെയ്യുന്നുള്ള ഡ്രീം, അതൊരു ഗോൾ കീപ്പർക്ക് വേണ്ടി നിങ്ങൾ നശിപ്പിക്കാതിരിക്കുക. അതിനുവേണ്ടി അയാൾ എത്രയും പെട്ടെന്ന് ഫയർ ചെയ്യുക, പറഞ്ഞു വിടുക ആണൊരു പോസ്റ്റ്. പ്രധാനമായി ഈ പോസ്റ്റ് ഇങ്ങനെ പലരും എടുത്ത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു പോസ്റ്റ് ഇങ്ങനെയാണ്, ടെർ സ്റ്റെഗനെ വെച്ചുകൊണ്ട് ടീം കളിക്കാൻ ഇറങ്ങിയാൽ അതിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ 10 vs 12 പ്ലേയേഴ്സ് ആവും. നമ്മുടെ ടീമിൽ 10 പേരും എതിർ ടീമിൽ 12 പേരുമുള്ള അവസ്ഥ വരും. എന്ന് മാത്രമല്ല, എതിർ ടീമിൽ 2011 മെസ്സി, അതായത് മെസ്സി തൻ്റെ പീക്കിൽ നിൽക്കുന്ന അവസ്ഥയിൽ ഒരു താരം കളിക്കുന്ന എഫക്റ്റ് കൂടി ഉണ്ടാകും ടെർ സ്റ്റെഗനെ വെച്ച് നമ്മൾ ഇറങ്ങിയാൽ എന്ന് മറ്റൊരു ബാഴ്സ ആരാധകൻ്റെ പ്രതിഷേധ സൂചകമായിട്ടുള്ള പോസ്റ്റ്. പിന്നെ വീണ്ടും തീർച്ചയായിട്ടും ഈ തോൽവിക്ക് ബ്ലെയിം ചെയ്യേണ്ടത് ടെർ സ്റ്റെഗനെ മാത്രമാണ്. 10 പ്ലെയേഴ്സ് മാത്രമായി ടീം ചുരുങ്ങിയപ്പോഴും ഫ്ലിക്കിന് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ പ്ലെയേഴ്സ് വളരെയധികം നെർവസ് ആയിരുന്നു. അതിന് കാരണം ടെർ സ്റ്റെഗനാണ്. ഓവറോൾ ഗെയിം പ്ലേയിൽ അത് വല്ലാത്ത രൂപത്തിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിരവധി പോസ്റ്റുകൾ വരുന്നു. ടെർ സ്റ്റെഗൻ്റെ ചിത്രം വെച്ചുകൊണ്ട് ടെർ സ്റ്റെഗൻ ഔട്ട് എന്ന് എഴുതിക്കൊണ്ട് ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന ചിത്രങ്ങൾ വരുന്നു. പിന്നെ മറ്റൊരു കമൻറ്റ്, ശരിയായിരിക്കാം ടെർ സ്റ്റെഗൻ, നിങ്ങൾ ബാഴ്സലോണയുടെ ഒരു ലെജൻഡ് ആയിരുന്നിരിക്കാം. പക്ഷേ ഇപ്പോഴുള്ള പെർഫോമൻസ് വെച്ചാൽ, എസ്പെഷ്യലി ഇന്നലത്തെ കളി നോക്കുമ്പോൾ, അത് ആരാധകരെ വല്ലാതെ നിരാശപ്പെടുത്തുന്നതാണ്. നിങ്ങൾ ടീമിൻ്റെ ഗുണത്തിനും നിങ്ങളുടെ ഗുണത്തിനും ഇവിടെ വിട്ടു പോകുന്നതാണ് നല്ലത്. താങ്ക്സ് ഫോർ ദി മെമ്മറീസ് ബട്ട് ദി ക്ലബ് നീഡ്സ് എ ചേഞ്ച് എന്ന തരത്തിൽ ഉള്ള പോസ്റ്റുകളും വരുന്നുണ്ട്. ഏതായാലും ടെർ സ്റ്റെഗന് നേരെ വലിയ ആരാധക രോഷമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.